നമ്മുടെ ഉപ്പ ചെയ്തത് മറന്നു പോകരുത് കേട്ടോ. ഉമ്മ ചെയ്തത് മറന്നു പോകരുത് കേട്ടോ. ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാ. എന്ത് ത്യാഗമാണ്. 10 മാസം കൊണ്ട് നടക്കണമെങ്കിലും അതൊരു ചെറിയ കാര്യമല്ല പൊന്നുമക്കളെ. 10 മാസം ആ ഉമ്മാക്ക് ഉറക്കമില്ല. ആ ഉമ്മ ഉറങ്ങിയില്ല എങ്കിലും പ്രശ്നമില്ല. എന്റെ കിടാവിന് ഒന്നും സംഭവിക്കരുത് അല്ലാ. ഉറക്കമില്ലാത്ത 10 രാത്രികളാണ്. വലത്തോട്ട് കിടക്കാൻ കഴിയില്ല, ഇടത്തോട്ട് ചരിയാൻ കഴിയില്ല. മലർന്നു കിടന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാ. നടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. ആ ബാത്റൂമിൽ പോകണമെങ്കിൽ പരസഹായമില്ലാതെ പറ്റൂല. അത്രത്തോളം ത്യാഗം സഹിച്ചിട്ടാണ് ഉമ്മ നിന്നെ ഗർഭം ചുമന്നത്. വളരെ വേദനയോടെയാണ് ആ ഉമ്മ നിന്നെ പ്രസവിച്ചത്. രാവിലെ 10 മണിക്ക് ലേബർ റൂമിൽ കയറ്റിയതാണ് നിന്റെ ഉമ്മയെ. 11 മണിക്ക് പ്രസവിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇല്ല, 12 മണിയായി, 1 മണിയായി, 2 മണിയായി, 3 മണിയായി, 4 മണിയായി. ഈ സമയമെല്ലാം ആ ഉമ്മ വേദന കടിച്ചമർത്തുകയാ. ഉമ്മയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ട്, പക്ഷേ കുട്ടി പുറത്തേക്ക് വരുന്നില്ല. വേദന അസഹ്യമായ വേദനയാണ്. ആ കുഞ്ഞുമോന് വേണ്ടി, ആ കുഞ്ഞു പൈതലിന് വേണ്ടി, ആ കുഞ്ഞിക്കിടാവിന് വേണ്ടി ഈ ഉമ്മ എല്ലാം മറന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കരുത് റബ്ബേ. എനിക്കെന്ത് സംഭവിച്ചാലും എന്റെ കുഞ്ഞിന് ഒന്നും സംഭവിക്കരുത് റബ്ബേ. ഇതാണ് ഓരോ ഉമ്മയും ലേബർ റൂമിൽ കിടന്നിട്ട് ചിന്തിക്കുന്നത്. അങ്ങനെ നൊന്ത് പ്രസവിക്കുന്ന ആ കിടാവിനെ കാണുമ്പോ ആ ഒക്കത്തേക്കെടുത്ത് വെച്ച് പാല് കൊടുക്കുകയാ. 2 വർഷത്തോളം പാല് കൊടുക്കുന്ന മുലയൂട്ടുന്ന ഉമ്മ. ചെറിയ പണിയല്ല മക്കളെ, അത് ചെറിയ പണിയല്ല കേട്ടോ. നീ കരയുമ്പോ നിന്നെ സാന്ത്വനപ്പെടുത്തുന്നത് ഉമ്മയാണ്. നിന്നെ ചിരിപ്പിക്കുന്നത് ഉമ്മയാണ്. നിനക്ക് ഭക്ഷണം വാരി തരുന്നത് ഉമ്മയാണ്. നിന്റെ കാഷ്ടവും മൂത്രവും വാരുന്നത് ഉമ്മയാണ്. നിന്റെ ഛർദിയും മൂക്കിൽ നിന്ന് വരുന്ന അഴുക്കുകളും ശുദ്ധിയാക്കുന്നത് ഉമ്മയാ. ആ ഉമ്മയോടാണ് ഏറ്റവും വലിയ ബാധ്യത നിനക്കുള്ളത്. അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ നായകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മ ആമിന ബീവി മരിച്ചുപോയത് അറിയാലോ. അല്ലാഹുവിന്റെ റസൂലിന് 6 വയസ്സുള്ളപ്പോഴാണ്. ഒന്നും അറിയാത്ത പൊന്നുമോനാണ്. യതീമായി വളർന്നു വന്ന ആ പൊന്നുമോനെ സംരക്ഷിച്ചത്, ആമിന ബീവിക്ക് ശേഷം സംരക്ഷിച്ചത് ആരെന്നറിയോ? മഹാനായ അലിയാർ തങ്ങളുടെ ഉമ്മയാ. ഫാത്തിമത്ത് ബിൻ അസദ് ബിൻ ഹിഷാം. അവരാണ് അല്ലാഹുവിന്റെ റസൂലിനെ വളർത്തിയത്, അല്ലാഹുവിന്റെ റസൂലിനെ കുളിപ്പിച്ചത്, അല്ലാഹുവിന്റെ റസൂലിന് ഭക്ഷണം കൊടുത്തത്, അല്ലാഹുവിന്റെ റസൂലിന് വസ്ത്രം ഇട്ട് കൊടുത്തത്, അല്ലാഹുവിന്റെ റസൂലിനെ എടുത്തുകൊണ്ട് നടന്നത്, അല്ലാഹുവിന്റെ റസൂലിനെ ചിരിപ്പിച്ചത് ആ ഉമ്മയാണ്. അലിയാർ തങ്ങളുടെ മാതാവാണ്. നബി തങ്ങളുടെ പോറ്റുമ്മയാ. ആ പോറ്റുമ്മ മരിച്ചു പോയപ്പോ ലോകത്തിന്റെ നേതാവ് ആ മയ്യത്തിന്റെ അരികിലേക്ക് പോവുകയാണ്. ഓർക്കണം കേട്ടോ, നമ്മുടെ ഉമ്മ മരിച്ചു കിടന്നിട്ട് നമ്മൾ ദുബായിലാണ്, അമേരിക്കയിലാണ്, ലണ്ടനിലാണ്, ഖത്തറിലാണ്. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മാന്റെ മയ്യത്തിന്റെ അരികെ വന്നിരുന്ന് ഒന്ന് കരയാനും മക്കളില്ല. ആ ഉമ്മ ചെയ്ത അനുഗ്രഹമെന്ന് വിളിച്ചു പറയാൻ മക്കളില്ല. മക്കള് കണ്ണെത്താ ദൂരത്താണ്. അവൻ ഇനി കയറി വരുമ്പോഴേക്ക് 2 ദിവസം എടുക്കും. ആ സമയത്തോളം ഈ ഉമ്മാന്റെ മയ്യത്ത് വീട്ടിൽ വെക്കാൻ പറ്റൂല. അതുകൊണ്ട് മോനെ, നിന്നെ ഒന്ന് കാണാൻ കഴിയാതെ ആലമ്പാടി പള്ളിയുടെ ഖബർസ്ഥാനിലേക്കാണ് ഞാൻ പോകുന്നത്. 2 വർഷമായി ദുബായിൽ പോയവനാ. ഉമ്മാക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പൂതിയുണ്ടായിരുന്നു, കഴിഞ്ഞില്ല. ഹയാത്തോടെ കാണാൻ കഴിഞ്ഞില്ല. മരിച്ചാലും നിന്നെ ഒന്ന് കണ്ടിട്ട് മരിക്കണാണ് എന്റെ ആഗ്രഹം. പക്ഷേ അതും സാധിച്ചില്ല പൊന്നുമോനെ. വിഷമത്തോടെ ദുഃഖഭാരത്തോടെ ആളുകൾ ആ മയ്യത്ത് സന്തൂക്കിൽ കയറ്റി വെച്ചിട്ട് പാലമ്പാടി പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടടക്കുമ്പോ ആ ഉമ്മ ചെയ്ത നന്മകളൊന്ന് വിളിച്ചു പറയാ. ഒരു മകനെ നിനക്ക് കഴിയാതെ പോയില്ലേ എങ്കിൽ ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ അഹ്മദ് മുജ്തബ സയ്യിദുൽ വറാ
റസൂലുള്ളാഹി തങ്ങളുടെ പൊന്നോമനയായ ആ ഹബീബായ തങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ഉമ്മ ഫാത്തിമത്ത് ബിൻത് അസദ് ബിൻ ഹിഷാം മരിച്ചു കിടക്കുകയാണ് കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ പോവുകയാണ്. ഹബീബായ തങ്ങള് ഫജലസ ഇൻദ റഅസിഹാ ആ ഉമ്മാന്റെ തലയുടെ ഭാഗത്ത് പോയി നബി തങ്ങൾ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ കരയുകയാണ്. കരഞ്ഞിട്ട് പറയുന്നു റഹിമക്കില്ലാഹു യാ ഉമ്മീ റഹിമക്കില്ലാ യാ ഉമ്മീ അൻതി ഉമ്മീ ബഅദ ഉമ്മീ. അല്ലാഹുവിന്റെ റസൂൽ ആ ഉമ്മാന്റെ മയ്യത്തിന്റെ അരികിൽ പോയിരുന്നിട്ട് കരഞ്ഞിട്ട് പറയുകയാണ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു കരുണ ചൊരിയട്ടെ. ഉമ്മ, എന്റെ ഉമ്മാക്ക് ശേഷം എന്നെ തലോടിയ ഉമ്മയാണ്, എന്നെ സ്വീകരിച്ച ഉമ്മയാണ്, എനിക്ക് വസ്ത്രം വാങ്ങിത്തന്ന ഉമ്മയാണ്, എന്നെ കുളിപ്പിച്ച ഉമ്മയാണ്, എനിക്ക് ഉമ്മ വെച്ച ഉമ്മയാണ്. ആ ഉമ്മ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചൊരിയട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ആ ഉമ്മ ചെയ്ത അനുഗ്രഹം വിളിച്ചു പറയുകയാണ്, ഉമ്മീ, അങ്ങ് ഭക്ഷണം കഴിക്കാതെ എന്റെ വയറ് നിറച്ച് തന്നില്ലേ. എത്രയോ നല്ല നല്ല ഭക്ഷണം വന്നിട്ട് നിങ്ങൾ തിന്നാതെ എന്നെ തീറ്റിപ്പിച്ച ഉമ്മ, എത്രയോ നല്ല വസ്ത്രം അങ്ങേക്ക് ലഭിച്ചിട്ട് അതൊന്നും നിങ്ങൾ ധരിക്കാതെ എന്നെ ധരിപ്പിച്ച ഉമ്മ, പൊട്ടി വയറ് കിടന്നിട്ട് ഒട്ടിയ വയറുമായി ഒരു കഷണം റൊട്ടി പോലും കിട്ടാത്ത സാഹചര്യത്തില് ദിവസങ്ങൾ കഴിഞ്ഞൊരു റൊട്ടി കഷണം കിട്ടിയപ്പോ ഈ പൊന്നുമോന് വേണ്ടി കൊണ്ടുവന്ന് ഈ പൊന്നുമോന്റെ വയറ് നിറച്ച ഉമ്മ, തുരീദീന വജ്ഹല്ലാഹി വദാറൽ ആഖിറ. ഉമ്മ, നിങ്ങളത് ചെയ്തത് അല്ലാഹ്ക്ക് വേണ്ടിയായിരുന്നില്ലേ, ആഖിറത്തിന് വേണ്ടിയായിരുന്നില്ലേ ഉമ്മ. അല്ലാഹുവിന്റെ റസൂൽ നിറകണ്ണുകളോട് ആ ഉമ്മാന്റെ അരികിൽ നിന്ന് ഉമ്മ ചെയ്ത അനുഗ്രഹം വിളിച്ചു പറയുകയാണ്. നമ്മുടെ ഉമ്മ മരിച്ചുപോയി, നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ഉമ്മാന്റെ അരികിൽ പോയിരുന്നിട്ട്, ഉമ്മ നിങ്ങൾ എന്നെ ചുമന്നില്ലേ, നൊന്ത് പ്രസവിച്ചില്ലേ, പാല് തന്നില്ലേ? ഞാൻ ഏതെല്ലാം സമയത്ത് ഉമ്മയോട് ചൊടിച്ചിട്ടുണ്ട്. ഉമ്മ പൊരുത്തപ്പെടണം കേട്ടോ. നാളെ ആഖിറത്തിലെത്തുമ്പോ ഒരു ഉമ്മാന്റെ അനുവാദമില്ലാതെ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അതുകൊണ്ട് ഉമ്മ, ഈ മകന് പൊറുക്കണം ഉമ്മ എന്നൊരു ഉമ്മാന്റെ അരികിൽ വന്നിരുന്നിട്ട് ഏത് മകനാണ് പറയുന്നത്, ഏത് മകനാണ് വിങ്ങിപ്പൊട്ടുന്നത്, ഏത് മകനാണ് തന്റെ ഉമ്മ ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് ആ മയ്യത്തിന്റെ അരികിൽ ഇരുന്ന് പറയുന്നത്? ആരാണ്? ഒരുപക്ഷെ നമ്മളോർക്കും പൊട്ടന്മാരാണോ ഈ മയ്യത്തിന്റെ അരികിൽ ഇരുന്ന് പറയുന്നത്, പൊട്ടന്മാരാണോ സംസാരിക്കുന്നത്? അല്ല അല്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നൽ മയ്യിത യഅരിഫു മൻ യഗ്സിലു മൻ യുഗ്സിലുഹു വമൻ യുകഫിനുഹു വമൻ യഹ്മിലുഹു വമൻ യുദല്ലിഹി ഫീ ഖബരിഹി. ഒരു മയ്യത്ത്, ആ മയ്യത്തിനെ ആരാണ് കുളിപ്പിക്കുന്നത്, ആ മയ്യത്തിനെ ആരാണ് പൊതിയുന്നത്, ആ മയ്യത്തിനെ ആരാണ് ചുമക്കുന്നത്, ആ മയ്യത്തിനെ ആരാണ് ഖബറിൽ ഇറക്കി വെക്കുന്നത്? ഇത് മയ്യത്തറിയുമെന്ന് നബിയുനാ ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു